തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ താമരയ്ക്ക് കരുത്താകും പത്മജ വേണുഗോപാലിന്റെ പരിവാറിലേക്കുള്ള വരവെന്ന ബിജെപിയുടെ വിലയിരുത്തൽ. അതീവ രഹസ്യമായി ഏവരെയും ഞെട്ടിക്കാനായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് ആ വാർത്ത എത്തിയത്. ഇതിനെ ആദ്യം നിഷേധിച്ച പത്മജ വേണുഗോപാൽ ഇന്നലെ രാത്രി തന്നെ തിരുത്തി ബിജെപിയിലേക്കെന്ന സൂചനയും നൽകി. അതിനിടെ പത്മജയുടെ വരവ് വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കണ്ണൂരിലും ഇതിന്റെ അനുരണനമുണ്ടാക്കാനാണ് CPM ശ്രമം. തൃശൂരിൽ അതിശക്തമാണ് ത്രികോണപ്പോര്. ഇത് CPIയുടെ സുനിൽകുമാറിന് കൂടുതൽ അനുകൂലമാക്കുമെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നു. തൃശൂരിൽ BJPയും ഇടതുമുന്നണിയുമായുള്ള ക്ലോസ് ഫൈറ്റിന് അവസരമൊരുക്കും. പത്മജയുടെ രാഷ്ട്രീയ മാറ്റമെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPക്കൊപ്പം എത്തിയത് ദേശീയ തലത്തിലാണ് അവർ ചർച്ചയാക്കിയത്. ആന്റണി എന്ന നേതാവിന് ദേശീയ തലത്തിലുള്ള പ്രസക്തിയായിരുന്നു ഇതിന് കാരണം. എന്നാൽ കരുണാകരൻ അങ്ങനെയല്ല. കേരളത്തിൽ മരണശേഷവും വികാരമായി നിലനിൽക്കുന്ന കോൺഗ്രസ് നേതാവാണ് K കരുണാകരൻ, അണികളുടെ ലീഡർ. അതുകൊണ്ട് തന്നെ പത്മജയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുമെന്നാണ് BJP പ്രതീക്ഷ. ഇതുതന്നെയാണ് CPMഉം ഇടതുപക്ഷവും വിലയിരുത്തുന്നത്. BJPക്കൊപ്പം ചേരാൻ വെമ്പുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ എന്ന പ്രതീതി അവർ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് തന്നെ പത്മജയുടെ രാഷ്ട്രീയ മാറ്റത്തിന് മാനം ഏറെയാണ്. പത്മജ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ട്. താമസിയാതെ കരുണാകരന് ഭാരതരത്നം നൽകി ലീഡർ വികാരം ആളിക്കത്തിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. രാജ്യസഭയിലേക്ക് പത്മജയെ ഉയർത്തുമെന്നും പ്രതിഷേധം ശക്തം. ദേശീയ നേതൃത്വവുമായി ചേർന്ന് നിൽക്കാനാണ് പത്മജയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഇത് BJP അംഗീകരിച്ചേക്കും. സുരേഷ് ഗോപിയും AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുമാണ് ഈ രാഷ്ട്രീയ നീക്കത്തിൽ നിർണായക ഇടപെടൽ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് എല്ലാം നീക്കിയത്. അവസാന നിമിഷം മാത്രമാണ് കേരളത്തിലെ നേതാക്കൾ പോലും എല്ലാം അറിഞ്ഞത്. BJPയുടെ കേരള നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രനപ്പുറം പ്രധാന വനിതാ മുഖത്തെയും കിട്ടുകയാണ് ഈ നീക്കത്തിലൂടെ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്കായി നിറയുന്ന നേതാവായി പത്മജയെ മാറ്റിയെടുക്കും. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയം ഉറപ്പിക്കേണ്ടത് പത്മജയ്ക്കും അനിവാര്യമാണ്. രാജ്യസഭാ അംഗമാക്കി കരുണാകരന്റെ മകളെ ഉയർത്തിയാലും തൃശൂരിലെ നിയമസഭാ പോരാട്ടത്തിന് പത്മജ എത്താൻ 2026 സാധ്യതയേറെയാണ്. ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയാൽ തൃശൂരിൽ നിയമസഭയിൽ പത്മജയാകും സ്ഥാനാർത്ഥി എന്ന ചർച്ച സജീവമാണ്. ലീഡർക്ക് വേരോട്ടമുള്ള തൃശൂരിൽ നിന്ന് പത്മജയ്ക്ക് നിയമസഭയിലേക്ക് ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. ഇതിനാൽ സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയം അനിവാര്യമാണ്. അങ്ങനെ BJP ഏറെ പ്രതീക്ഷയുടെ ഭാവിയിലേക്ക് കാണുന്ന തൃശൂരിൽ BJPക്കായി തലയെടുപ്പുള്ള മുഖത്തെ കിട്ടുകയാണ്. നിങ്ങളെന്നെ BJP ആക്കിയെന്ന മുദ്രാവാക്യം പത്മജ ചർച്ചയാക്കാൻ കാരണവും തൃശൂരിലെ ലീഡറുടെ അണികളുടെ മനസ്സ് പിടിക്കാനാണ്. BJP എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്. വടകരയിൽ K മുരളീധരന് എന്ത് സംഭവിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. നേമത്ത് BJP അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അതിന്റെ പകയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളിയെ പൂട്ടാൻ സർവ്വ അടവും BJP പുറത്തെടുക്കുമെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു. വടകരയിലെ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമിട്ടാണ് മുരളീധരന്റെ യാത്ര. സ്വന്തം സഹോദരി BJPയിലേക്ക് പോകുമ്പോൾ മുരളീധരനും എന്ത് സംഭവിക്കുമെന്ന ചർച്ച വടകരയിൽ CPM ഉയർത്തും. KK ശൈലജയുടെ ക്ലീൻ ഇമേജിനൊപ്പമാണ് വടകരയിൽ CPMന് കൂടുതൽ പ്രതീക്ഷ നൽകി പത്മജയുടെ BJPയിലേക്കുള്ള മാറ്റം. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ CPMന് പ്രതീക്ഷ കൂടുകയാണ്. കണ്ണൂരിലും വടകരയിലും കോഴിക്കോടും കാസർഗോഡും ഇത് തുണയാകുമെന്ന് അവരും കരുതുന്നു. വടകരയിൽ മുരളീധരനും തൃശൂരിൽ TN പ്രതാപനും അങ്കലാപ്പിലാണ്. പത്മജയുടെ പോക്ക് എങ്ങനെ കോൺഗ്രസ് അണികളെ സ്വാധീനിക്കുമെന്നാണ് നിർണായകം. അതിനിടെ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തോടെ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറയുന്നു. കേരളത്തിൽ BJPയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായി പലരും BJPയിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ വന്നു. ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ കരുണാകരന്റെ മകൾ തന്നെ പാർട്ടിയിലെത്തുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനും വർഗീയ കക്ഷികളുമായി ചേർന്നുള്ള പ്രവർത്തനത്തെ എതിർക്കാൻ ഇവിടെ BJP മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതി വരാൻ പോവുകയാണ്. ഇതാണ് BJPയുടെ നിലപാട്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തൃശൂരിലും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. ഇതിൽ തൃശൂരിൽ ജയിച്ചേ മതിയാകുന്ന വാശിയിലാണ്. ഈ 5 മണ്ഡലങ്ങളിലും പത്മജയുടെ നീക്കം പ്രതിഫലിച്ചാൽ BJPക്കത് വോട്ട് നേട്ടമുണ്ടാക്കും. കരുണാകര വികാരവുമായി പത്മജ വോട്ട് പിടിക്കുന്നത് BJPയെ തുണച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമിടും. കൂടുതൽ കോൺഗ്രസ്സുകാരെ BJPയിലേക്ക് അടുപ്പിക്കുവാനുള്ള പാലമായി പത്മജ മാറിയാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് വസ്തുത. കോൺഗ്രസ്സുകാരാണ് എന്നെ BJPക്കാരിയാക്കിയതെന്ന് പത്മജ വേണുഗോപാൽ വിശദീകരിക്കുന്നു. ഒരു പാർട്ടിക്ക് വേണ്ടത് നല്ലൊരു ലീഡറെയാണ്. അതാണ് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ കണ്ടത്. മാറ്റം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും അവർ പ്രതികരിച്ചു. ഒരു തലത്തിലുള്ള ഓഫറുകളും ആരും തന്നിട്ടില്ല. BJPയിൽ ചേരുന്നത് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നത്. പാർട്ടിക്കകത്തുനിന്ന് ഒരുപാട് അപമാനം നേരിട്ടു. വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നും പത്മജ പ്രതികരിച്ചു കഴിഞ്ഞു. തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാർ തന്നെയാണ്. ഇപ്പോൾ സഹോദരനും കോൺഗ്രസ് നേതാവുമായ
കെ മുരളീധരൻ നടത്തിയ ചതി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം തന്നെ പിന്നീട് ഇത് തിരുത്തിക്കൊള്ളുമെന്നും പത്മജ പറഞ്ഞു. ഈ പ്രസ്താവന മുരളീധരനെതിരെ ആയുധമാക്കാനാണ് CPM നീക്കം.